നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. യെരുശലേമിൻ്റെ നാശത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്ന് ചുരുക്കമായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അവിടെ പോപ്പുലേഷൻ, ജനസംഖ്യയ്ക്ക് മാറ്റം വന്നു. their position changed, അവരുടെ സ്ഥിതിക്ക് മാറ്റം വന്നു. their possessions lost, അവരുടെ വസ്തുവകൾ, മനോഹര വസ്തുക്കൾ നഷ്ടപ്പെട്ടു. ടെമ്പിൾ ഡെസിക്രേറ്റഡ്, വിശുദ്ധ മന്ദിരം അശുദ്ധമായി. പ്രൊവിഷൻസ് ഫെയിൽ, അതായത് അവരുടെ ആഹാര സാധനങ്ങൾ ഇല്ലാതായി. ആൻഡ് ഗ്ലോറി ഡിപ്പാർട്ടഡ്, മഹത്വം വിട്ടുപോയി. ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഈ ആക്രമണത്തിൽ നടക്കുകയുണ്ടായി. ഇന്ന് ഈ ആക്രമണം, അവർക്കുണ്ടായ നാശം ആരെയൊക്കെ ബാധിച്ചു എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ഒന്ന് നോക്കാം. ആരെയൊക്കെയാണ് ഇത് ബാധിച്ചത്? 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നത് അത് നഗരത്തെ ബാധിച്ചു എന്നാണ്. ജനപൂർണയായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്ന എങ്ങനെ? അപ്പോൾ നഗരം നശിച്ചു, നഗരത്തെ അത് ബാധിച്ചു. 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനോഹര വസ്തുക്കളുടെ മേൽ വൈരി കൈവച്ചു. അപ്പോൾ ദേവാലയത്തിലെ മനോഹര വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതിൻ്റെ വില എത്രയാണെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. വളരെ വിലപിടിപ്പുള്ള ദേവാലയത്തിലെ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു. മാത്രമല്ല ആ ദേവാലയം തന്നെ നശിപ്പിക്കപ്പെടാനായിട്ട് ഇടയായി. വിശുദ്ധ മന്ദിരം നശിപ്പിക്കപ്പെടാനായിട്ട് ഇടയായി. അതിൻ്റെ 10-ാം വാക്യത്തിൽ ആ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്: മനോഹര വസ്തുക്കൾ, വിശുദ്ധ മന്ദിരം. ഇനി 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ മതില് നശിച്ച കാര്യം പറയുന്നുണ്ട്. യഹോവ സിയോൻ പുത്രിയുടെ മതിൽ നശിപ്പിപ്പാൻ നിർണയിച്ചു, അവൻ അളന്ന് നശിപ്പിക്കുന്നതിൽ നിന്ന് കൈ പിൻവലിച്ചില്ല. അപ്പോൾ നഗരം ബാധിക്കപ്പെട്ടു, വിശുദ്ധ മന്ദിരത്തെ ബാധിച്ചു, വിലയേറിയ വസ്തുക്കളെ ബാധിച്ചു, മതിലിനെ ബാധിച്ചു. ഇനി ആളുകൾ ആരെയൊക്കെ അത് ബാധിച്ചു എന്ന് നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പുരോഹിതന്മാരെയും കന്യകമാരെയും അത് ബാധിച്ചു. പുരോഹിതന്മാർ, കന്യകമാർ, 1-ന്റെ 4-ാമത്തെ വാക്യം. 1-ന്റെ 5-ാമത്തെ വാക്യത്തിൽ കുഞ്ഞുങ്ങളെ അത് ബാധിച്ചു. കുഞ്ഞുങ്ങൾ വൈരിയുടെ മുമ്പായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. 6-ാമത്തെ വാക്യത്തിൽ 1-ന്റെ 6-ൽ പ്രഭുക്കന്മാർ മേച്ചൽ കാണാത്ത മാലികളെ പോലെ ആയി. ഇനി 7-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ജനം വൈരിയുടെ കയ്യിൽ അകപ്പെട്ടു. ജനം വൈരിയുടെ കയ്യിൽ അകപ്പെട്ടു. 11-ാം വാക്യത്തിൽ സർവജനവും നെടുവീർപ്പിട്ടുകൊണ്ട് ആഹാരം തിരയുന്നു. ഇനി 15-ാമത്തെ വാക്യം. 15-ാമത്തെ വാക്യത്തിൽ കന്യകമാരും യൗവനക്കാർ ബാധിക്കപ്പെട്ടു. 18-ാമത്തെ വാക്യത്തിൽ വീണ്ടും കന്യകമാരുടെ കാര്യം പറയുന്നു. കന്യകമാരും യൗവനക്കാരും ഇതിനാൽ അഫക്റ്റഡായി. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലും 19-ാമത്തെ വാക്യത്തിലും മൂപ്പന്മാരുടെയും പുരോഹിതന്മാരുടെയും കാര്യം പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലും മൂപ്പന്മാരുടെ കാര്യം പറയുന്നുണ്ട്. ഇനി 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നിങ്ങൾ നോക്കുമ്പോൾ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പ്രവാചകന്മാർ, 10-ാം വാക്യത്തിൽ മൂപ്പന്മാർ, 11-ാം വാക്യത്തിൽ പൈതങ്ങളും ശിശുക്കളും. 2-ന്റെ 22 നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ കോപദിവസത്തിൽ ആരും ചാടിപ്പോകുകയില്ല, ആരും ശേഷിച്ചതുമില്ല. അപ്പൊ നമ്മൾ ഈ വായിച്ച വാക്യങ്ങളിൽ തന്നെയാണ് ഈ പറഞ്ഞത്. ആരൊക്കെ ഇതിനാൽ ബാധിക്കപ്പെട്ടു? നഗരം ബാധിക്കപ്പെട്ടു, മനോഹര വസ്തുക്കൾ നഷ്ടപ്പെട്ടു, ദേവാലയം നഷ്ടപ്പെട്ടു, മതില് ഇടിഞ്ഞുപോയി, പുരോഹിതന്മാർ ബാധിക്കപ്പെട്ടു, കന്യകമാർ കഷ്ടത്തിലായി, കുഞ്ഞുങ്ങൾ വിഷമത്തിലായി, പ്രഭുക്കന്മാർ കഷ്ടത്തിലായി, ജനവും സർവ്വജനവും വിഷമത്തിലായി, യൗവനക്കാർ വിഷമത്തിലായി, പുരോഹിതന്മാരും മൂപ്പന്മാരും വിഷമത്തിലായി, രാജാക്കന്മാരും പ്രഭുക്കന്മാരും പ്രവാചകന്മാരും വിഷമത്തിലായി. 22-ാം വാക്യം 2:22 പറയുന്നത് ആരും രക്ഷപ്പെട്ടില്ല. അപ്പൊ ഈ വിവരണത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലായി: സകല വസ്തുക്കളും സകല ആളുകളും അഫക്റ്റഡായി. ദേശത്തുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ദേവാലയം ഉൾപ്പെടെ, ദേവാലയത്തിലെ വസ്തുവകൾ ഉൾപ്പെടെ
സകലവും നശിപ്പിക്കപ്പെട്ടു. മാത്രമല്ല എല്ലാ തലത്തിൽ നമ്മൾ വായിച്ചു, സർവജനവും. 1:7-11 വാക്യങ്ങൾ, ജനം, സർവജനം, സകലരെയും അത് ബാധിച്ചു. ഇതുപോലൊരു കഷ്ടം വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അത്ര ഭയാനകമായ ഒരു സംഭവമായിരുന്നു ബാബിലോണിന്റെ ആക്രമണം. ഇനി ദൈവം ശിക്ഷിച്ചതാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു വരുന്നുണ്ട്. ദൈവശിക്ഷയുടെ ചില പ്രത്യേകതകൾ ഒന്ന് പറയാം. ദൈവം ശിക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്, അതിൻ്റെ ചില പ്രത്യേകതകളൊന്ന് പറയാം. ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കേവലം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തോടും ബന്ധപ്പെടുത്തി ഇത് ഗ്രഹിക്കുകയും നാം ഇത് മനസ്സിൽ കരുതുകയും വേണം. കാരണം ഇത് നമുക്കുമൊക്കെ ബാധകമാകുന്ന പ്രമാണങ്ങളാണ് ഇവിടെ പറയുന്ന പ്രമാണങ്ങൾ. ദൈവജനത്തിന് വന്ന കഷ്ടമാണ്. അപ്പോൾ ദൈവം എങ്ങനെയാണ് ശിക്ഷിച്ചത്, ദൈവശിക്ഷയുടെ ചില പ്രത്യേകതകൾ ഒന്ന് നോക്കുക. 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവം ശിക്ഷിക്കുമ്പോൾ 2-ാം വാക്യവും 4-ാം വാക്യവും കൊണ്ട് നോക്കിയാൽ അവിടെ ദുഃഖമുണ്ട്, പിന്നെ കണ്ണുനീരുണ്ട്, നെടുവീർപ്പുണ്ട്. ആ വാക്യത്തിൽ അതെല്ലാം ഉണ്ട്. 2-ാമത്തെ വാക്യത്തിലും 4-ാമത്തെ വാക്യത്തിലും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ശിക്ഷിക്കുമ്പോൾ ദുഃഖം വരും, പിന്നെ കണ്ണുനീര് വരും, നെടുവീർപ്പ് വരും. മറ്റൊരു കാര്യം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2, 7, 9 വാക്യങ്ങളിൽ അത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പല വാക്യം പറയുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 2, 7, 9, പിന്നെ അതിൻ്റെ 17, 21. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, 7-ാം വാക്യം, 9-ാം വാക്യം, 17-ാം വാക്യം, 21-ാം വാക്യം. ഇത്രയും വാക്യങ്ങളിൽ ദൈവശിക്ഷയുടെ വേറൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? ദൈവം ശിക്ഷിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ആരും കാണുകയില്ല. ആ വാക്യം ഒന്ന് നോക്കിയേ. 1-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിലുണ്ട്, അവളുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. 7-ാം വാക്യം, സഹായിപ്പാൻ ആരുമില്ലാതെ അവളുടെ ജനം വൈരിയുടെ കയ്യിൽ അകപ്പെട്ടു. 9-ാം വാക്യം, അവൾ അതിശയമാവണ്ണം വീണുപോയി, അവളെ ആശ്വസിപ്പിപ്പാൻ ആരും ഇല്ല. അതിൻ്റെ 17, 21 വാക്യങ്ങളൊക്കെ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇനി 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ദൈവം ശിക്ഷിക്കുമ്പോൾ വൈരി ചിരിക്കാനായിട്ടിടയാകും. 1-7 ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്, വൈരികൾ അവളെ നോക്കി അവളുടെ നാശത്തെക്കുറിച്ച് ചിരിക്കും. ഇനി അതിൻ്റെ 19-ാമത്തെ വാക്യം, അവൾ ആശ്രയിച്ചിരുന്നവർ അവളെ ചതിച്ചു എന്ന് നാം വായിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു, അവരോ എന്നെ ചതിച്ചു. അവൾ ആശ്രയിച്ചിരുന്ന ആളുകൾ, രാജ്യങ്ങൾ, അവര് ചതിച്ചു. ദൈവം ശിക്ഷിക്കുമ്പോൾ ദുഃഖം വരും, കണ്ണുനീര് വരും, നെടുവീർപ്പുണ്ടാകും, ആശ്വസിപ്പിപ്പാൻ ആരും കാണുകയില്ല, ആർക്കും സഹായിക്കാനൊക്കെയില്ല, ശത്രു ചിരിക്കാനിടയാകും. സഹായിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ആശ്രയിക്കുന്ന ചിലർ കാണും. ഇവിടെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രിയന്മാർ അല്ലെങ്കിൽ സ്നേഹിതന്മാർ, അവര് ചതിക്കും. അപ്പോൾ ഒരു കാര്യം ഇവിടുന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ശിക്ഷിക്കുമ്പോൾ ദൈവത്തിനല്ലാതെ ആർക്കും സഹായിക്കാൻ കഴിയാത്ത സ്ഥാനത്ത് ദൈവം കൊണ്ടുവന്നെത്തിക്കും. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം എതിരായാൽ ഒരു മനുഷ്യനും സഹായിക്കാൻ കഴിയാത്ത സ്ഥാനത്ത് ദൈവം നമ്മെ കൊണ്ടുവന്നാകും. അതെന്താണെന്ന് ഇപ്പം നമുക്ക് പറയാനൊക്കെ ഇല്ല. അനുഭവത്തിൽ വരുമ്പോഴേ അത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ വിചാരിച്ചാലും സഹായിക്കാൻ പറ്റാത്ത സ്ഥാനത്ത് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കും. അതിൻ്റെ 14-ാമത്തെ വാക്യം, 1-14 തന്നെ ഒന്ന് നോക്കിക്കേ. അവൻ എൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു, എനിക്ക് എതിർത്ത് നിൽപ്പാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു നിലയിലും
എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചു. അതിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്നേഹിതന്മാരെന്ന് പറയുന്നവര് നമ്മളെ ചതിക്കാനായിട്ട് ഇടയായിത്തീരും. 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നോക്കുക. 4-ന്റെ 17-ാമത്തെ വാക്യം, വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണ് ഇപ്പോഴും മങ്ങുന്നു. രക്ഷിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളുടെ കാവൽ മാളികളിൽ കാത്തിരിക്കുന്നു. അത് യഹൂദ ഈജിപ്തിനെ, മിസ്രൈമിനെ ആശ്രയിച്ച കാര്യമാണ് ആ പറയുന്നത്. യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യഹൂദ അവരെ സഹായിക്കുമെന്ന് വിചാരിച്ച് മിസ്രൈമിൽ അവർ ശരണപ്പെട്ടു. പക്ഷേ മിസ്രൈമിൽ അവരെ സഹായിക്കാൻ പറ്റിയില്ല. മിസ്രൈം അവരെ ചതിച്ചു കളഞ്ഞു. സഹായിപ്പാൻ, വ്യർത്ഥ സഹായത്തിനായി ഞങ്ങൾ നോക്കി. 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അവരുടെ ദാസന്മാർ ഞങ്ങളെ ഭരിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ ആരുമില്ല. അപ്പം നമ്മൾ പല പ്രാവശ്യം ഒരു കാര്യം വായിച്ചു. എന്താണെന്നറിയാമോ? ആശ്വസിപ്പിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. സ്നേഹിതന്മാർ ചതിച്ചു, വൈരി ചിരിക്കും, പിന്നെ ദുഃഖവും കണ്ണീരും നെടുവീർപ്പും ഉണ്ടാകും. ദൈവത്തിനല്ലാതെ ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയാത്ത പരിസ്ഥിതിയിൽ നമ്മെ കൊണ്ടുചെന്നാക്കാൻ ദൈവത്തിന് കഴിയും. ഇത് നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവ വഴി വിട്ട് നാം പോയാൽ ദൈവം നമ്മെ കൊണ്ടുചെന്നാക്കുന്ന ചില വഴിയിൽ നിന്ന് ഒരു നിലയിലും രക്ഷപ്പെടാനൊക്കെ ഇല്ല. ഒരാൾക്കിപ്പോൾ സാമ്പത്തികമായ അല്പം ബുദ്ധിമുട്ടാണ് അയാളുടെ വിഷമെങ്കിൽ വേറെ ഒരാൾ വിചാരിച്ചാൽ തീർക്കാനുള്ളേ ഉള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, എല്ലാവരും കൂടെ അയാളെ സഹായിച്ചു, അയാളുടെ ബുദ്ധിമുട്ട് തീർന്നു, അയാളുടെ പ്രശ്നം തീർന്നു. അതുപോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റും. എന്നാൽ ദൈവം മനഃപൂർവ്വം ഒരാളെ കുടുക്കാൻ വിചാരിച്ച് കഷ്ടത്തിലാക്കിയതാണെങ്കിൽ ഒരു മനുഷ്യനും സഹായിക്കാൻ ഒക്കാത്തിടത്ത് ദൈവം കൊണ്ടുവന്നാക്കും. നാം ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തെ 6-ാം അധ്യായം 7-ാം വാക്യം വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ആ വാക്യമെങ്കിലും ആ പ്രമാണം നമുക്ക് ബാധകമാണ്. ദൈവത്തെ പരിഹസിച്ചുകൂടാ, ദൈവത്തെ കളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കാൻ പാടില്ല. C.S. സ്പർജൻ, പ്രസംഗങ്ങളുടെ പ്രഭുവായി സ്പർജൻ പറഞ്ഞിട്ടുണ്ട്, God will never allow his children to sin successfully. വിജയകരമായി പാപം ചെയ്യുവാൻ ദൈവം ഒരിക്കലും തന്റെ മക്കളെ അനുവദിക്കുകയില്ല. God will never allow his children to sin successfully. വിജയകരമായി പാപം ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് രക്ഷപ്പെട്ടു പോകുവാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പോൾ ആരെയൊക്കെ ഇത് ബാധിച്ചു? എല്ലാവരെയും ബാധിച്ചു. പ്രായ വ്യത്യാസമില്ല, നേതാവാണോ സാധാരണക്കാരനോ ആണോ വ്യത്യാസമില്ല, എല്ലാവരെയും ബാധിച്ചു. എങ്ങനെ ബാധിച്ചു? ഒരു മനുഷ്യനും സഹായിക്കാൻ കഴിയാത്ത നിലയിൽ, ആശ്വസിപ്പിക്കാൻ ആർക്കും സാധിക്കാത്ത നിലയിൽ ഇതവരെ ബാധിച്ചു. ഇനി അവർക്ക് സംഭവിച്ച ഈ നാശത്തിൻ്റെ ഏറ്റവും ഭയാനകമായ ചിത്രം എന്ന് പറയുന്നത് അവരുടെ മധ്യത്തിൽ നടന്ന നരഭോജനമാണ്, കാനിബാളിസം. അതായത് സ്വന്തം മക്കളെ പാകം ചെയ്ത് കഴിക്കേണ്ട സ്ഥിതി അവർക്ക് വന്നു. ഈ നെബൂഖദ്നേസർ ബാബേലിനെ നിരോധിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന് ഉപരോധം എന്ന് പറയാം, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഉപരോധം ഏർപ്പെടുത്തിയത് 30 മാസമാണ്. 30 മാസം എന്ന് പറഞ്ഞാൽ 2 വർഷത്തിൽ അധികമാണ്, 2.5 വർഷമാണ്. 2.5 വർഷമാണ് നെബൂഖദ്നേസർ ഈ യെരുശലേമിനെ ഉപരോധിച്ചത്. സീജ് എന്ന് പറയും ഇംഗ്ലീഷിലെ, ഉപരോധം എന്ന് മലയാളത്തിൽ പറയും. ഈ 2.5 വർഷക്കാലം ആണ് ഏറ്റവും വലിയ പട്ടിണിയും പ്രയാസവും ഉണ്ടായത്. കാരണം അകത്ത് പോകാനോ പുറത്തു പോകാനോ ഒരു കാര്യം ചെയ്യാനും അനുവാദമില്ലാതെ അവർ ഉപരോധിക്കപ്പെട്ടു. ആ സമയത്താണ് ഏറ്റവും ഭയാനകമായ കാര്യങ്ങൾ ഇസ്രയേലിൽ നടന്നത്, യഹൂദയിൽ നടന്നത്. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായ കാര്യങ്ങളാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. വായിക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്ന വാക്യങ്ങളാണിത്. 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നത്,
യഹോവേ, ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് കടാക്ഷിക്കണമേ. സ്ത്രീകൾ ഗർഭഫലത്തെ കയ്യിൽ താലോലിച്ചു പോരുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നണമോ? സ്ത്രീകൾ കയ്യിൽ താലോലിച്ചു പോരുന്ന ഗർഭഫലത്തെ തിന്നണമോ? 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കുകയും, കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു. അവർ എൻ്റെ ജനത്തിൻ പുത്രിയുടെ നാശത്തെങ്കിൽ അവർക്ക് ആഹാരമായിരുന്നു. ആരാ? ഏറ്റവും കരുണയുള്ള സ്ത്രീകൾ. ഏറ്റവും കരുണയുള്ള സ്ത്രീകൾ ചെയ്തത് സ്വന്തം കുഞ്ഞുങ്ങളെ അവർക്ക് അവര് പാകം ചെയ്ത് ഭക്ഷിക്കേണ്ടതായിട്ട് വന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ക്രൂരമായ, നമുക്ക് വിശദീകരിക്കാൻ തന്നെ പാടാം, അങ്ങനെയുള്ള കാര്യം അവർ ചെയ്യുന്ന ഒരവസ്ഥയിൽ ദൈവം അവരെ കൊണ്ടുവന്ന് എത്തിച്ചു. എത്രയോ ഭയങ്കരം അനുസരണക്കേടിന്റെ ശിക്ഷ. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് വരാമോ? ലേവ്യ പുസ്തകം 26-ാമത്തെ അധ്യായം, അതിൻ്റെ 29-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. അതിൻ്റെ മുകളിൽ മുതൽ വായിക്കുകയാണ്, 27 മുതൽ. ഇതെല്ലാം ആയിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും. നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. അടുത്ത വാക്യം കേട്ടോ. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും, നിങ്ങളുടെ പുത്രിമാരുടെ മാംസവും തിന്നും. നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നിങ്ങൾ തിന്നും. ആവർത്തന പുസ്തകം അതിൻ്റെ 28-ാമത്തെ അധ്യായം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം, അതിൻ്റെ 53 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ നാം ഒന്ന് വായിച്ചാൽ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കാത്തവർക്ക് വരുന്ന ശാപം. ഈ മുഴുവൻ അധ്യായം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ആവർത്തന പുസ്തകം 28 മുഴുവനും ഒന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ 1-ാം വാക്യത്തിൽ അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു നടന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഇനി അതിൻ്റെ 15-ാം വാക്യം, അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. അപ്പൊ 28-1 ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാലുണ്ടാകുന്ന അനുഗ്രഹങ്ങളും, അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഉണ്ടാകുന്ന, അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ശാപമെന്ന, ഈ ശാപമൊക്കെയും നിങ്ങൾക്ക് ഭവിക്കും. അതിൻ്റെ 53 മുതൽ 57 വരെ ശാപങ്ങളുടെ വലിയ നീണ്ട ലിസ്റ്റാണ്. ഒത്തിരി കാര്യം പറയുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. അതിൻ്റെ 53 നോക്കുക. ആവർത്തനം 28-ന്റെ 53. ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭപരമായ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും. നിന്റെ മധ്യേ മൃദുശരീരിയും മഹാസുഖഭോഗിയുമായിരിക്കുന്ന മനുഷ്യൻ തൻ്റെ സഹോദരനോടും തൻ്റെ മാർവിടത്തിലെ ഭാര്യയോടും തനിക്ക് ശേഷിക്കുന്ന മക്കളോടും ലുബ്ധനായി അവരിൽ ആർക്കും താൻ തിന്നുന്ന എൻ്റെ മക്കളുടെ മാംസത്തിൽ ഒട്ടും കൊടുക്കയില്ല. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വേറൊരാൾക്ക് രുചി നോക്കാൻ പോലും കൊടുക്കുകയില്ല, മുഴുവൻ തിന്നും. എന്താ കാര്യം? വിശപ്പ് അത്രയ്ക്ക് ഭയങ്കരമായ വിശപ്പാണ്. അത് ഏത് കൂട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ. ശാപത്തിൻ്റെ വലിയ ലിസ്റ്റ് അവിടെ ഉണ്ട്. ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദുഃഖകരമായ ഏറ്റവും താണ ഒരു കാര്യമാണിത്. വേറെയും പല കാര്യങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പല കാര്യങ്ങൾ അവിടെ ശാപത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരെ അടിമകളായി ചന്തയിൽ നിർത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരെ അവിടെ തന്നെ ഈ അധ്യായത്തിലുണ്ട്. അവരെ അടിമകളായി നിർത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്കുണ്ടാകാൻ പോകുന്ന രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുത്തൻ സ്ത്രീയെ വിവാഹത്തിന് നിയമിക്കും, മറ്റൊരുത്തൻ അവളെ പരിഗ്രഹിക്കും. നീ ഒരു വീട് പണിയിക്കും, എങ്കിലും അതിൽ നീ പാർക്കയില്ല. നീ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കും, പക്ഷെ അതിന് ഫലം അനുഭവിക്കയില്ല, വേറൊരുത്തൻ അനുഭവിക്കും എന്ന് വേണ്ട. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്നറിയാം. 28-ാം അധ്യായം മുഴുവൻ എന്ന് വായിക്കുന്നത് നല്ലതാണ്. യെരമ്യാ പ്രവചനം 19-ാം അധ്യായത്തിൻ്റെ
9-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. യെരമ്യാവിൻ്റെ പ്രവചനം 19-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ജെറമയ 19 and verse 9. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരൻ്റെ മാംസം തിന്നും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 രാജാക്കന്മാർ 25-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭയാനകമായ ശിക്ഷയാണ് യെരുശലേമിന്, യഹൂദയ്ക്ക് അന്ന് വന്ന് ഭവിച്ചത്. ഈ 30 മാസക്കാലം ഉപരോധത്തിങ്കലായിരുന്നപ്പോൾ വിശപ്പ് സഹിക്കവയ്യാതെ അവർ ചെയ്ത കാര്യങ്ങൾ. ഇത് ഒന്നിലധികം പ്രാവശ്യം ഇത് സംഭവിച്ചിട്ടുണ്ട്. ബാബേൽ പ്രവാസത്തിൽ മാത്രമല്ല ഈ കാര്യം സംഭവിച്ചത്. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ അശൂർ സമരിയയെ ഉപരോധിച്ച കാലത്ത് ഇങ്ങനെ നടന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് വായിച്ചു നോക്കിയാൽ മതി. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സമരിയയെ അശൂര് ഉപരോധിച്ച കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, AD 70-ലാണ് 2-ാമത്തെ ദേവാലയം നശിപ്പിക്കപ്പെട്ടത്. അത് നമുക്കറിയാമല്ലോ. ടൈറ്റസിന്റെ നേതൃത്വത്തിൽ റോമാക്കാർ വന്ന് ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. 2-ാമതൊരെണ്ണം പണിതു. അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. 2-ാം ദേവാലയം നമ്മുടെ കർത്താവ് ഉള്ളപ്പോൾ ഉള്ള ആ ദേവാലയം, ഹെരോദ രാജാവ് പുതുക്കി പണിത ആ ദേവാലയം. ആ ദേവാലയം നശിപ്പിക്കപ്പെട്ട സമയത്തും ഇതേ കാര്യം നടന്നതായിട്ട് AD 70-ൽ നടന്നതായിട്ട് ജോസീഫസ് എന്ന യഹൂദ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോസീഫസ് എന്ന യഹൂദ ചരിത്രകാരൻ വളരെ റിലയബിൾ ആണെന്ന് വിചാരിക്കുന്ന ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം ഇതുപോലുള്ള സംഭവങ്ങൾ AD 70-ൽ സംഭവിച്ചതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ മാത്രമല്ല, ഒന്നിലധികം പ്രാവശ്യം ഇസ്രായേലിൻ്റെ അനുസരണക്കേട് നിമിത്തം ഈ ഭയാനകമായ കാര്യം സംഭവിച്ചതായിട്ട് ചരിത്രത്തിൽ നിന്ന്, ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം! ചില വിശ്വാസികളുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അസാധാരണമായ കാര്യങ്ങൾ. എല്ലാവർക്കും കഷ്ടവും പ്രയാസവും ഒക്കെ ഉണ്ട്, അതിൻ്റെ കാര്യമെല്ലാം പറയുന്നു. ചിലരുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന അതിഭയാനകമായ കാര്യങ്ങൾ, അതെന്താണെന്ന് ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല. ആര് വിചാരിച്ചാലും കുരു കഴിക്കാൻ പറ്റിയല്ല. അതുപോലുള്ള കുരുക്കിൽ കിടന്ന് കറങ്ങുന്ന വിശ്വാസികളുണ്ട്. ദൈവവചനത്തിലെ പ്രമാണങ്ങൾ വിട്ടുപോയത് കൊണ്ട് മൂപ്പന്മാർ വിചാരിച്ചാലും ഒക്കെയല്ല, ഉപദേശമാർ വിചാരിച്ചാലും ഒക്കെയല്ല, ആര് വിചാരിച്ചാലും തീരുകയല്ല പ്രശ്നങ്ങൾ. അതുപോലെ കിടന്ന് കറങ്ങുന്ന വിശ്വാസികളുണ്ട്. എനിക്ക് നേരിട്ടറിയാം, ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, എന്തോ ഒരു ഭയങ്കരമായ അവസ്ഥയാണ്. UP-യിലൊക്കെ എതിരാളികളുടെയൊക്കെ വീടുകൾ, അവർ താമസിക്കുന്ന ഇടങ്ങൾ ബുൾഡോസർ കൊണ്ട് അവിടെ ഗവൺമെൻറ് ഇടിച്ച് നിരത്തുന്നത് നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിക്കുകയും യൂട്യൂബിൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അനേകരുടെ ജീവിതങ്ങൾ ഇടിച്ച് നിരത്തപ്പെടുകയാണ്. എന്തുകൊണ്ട്? ദൈവവചനത്തിലെ പ്രമാണങ്ങളെ ലംഘിച്ച് സ്വന്തം വഴികളിൽ പോയതുകൊണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ അനുദപിക്കാൻ സമയം കൊടുത്തിട്ടും അനുദപിക്കാതെ ദൈവവഴിയിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് ആർക്കും സഹായിക്കാനൊക്കാത്ത നിലയിൽ, ഭയാനകമായ നിലയിൽ പല കുടുംബങ്ങളും ആയിപ്പോയിട്ടുണ്ട്. ഇന്നും അങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഓർക്കുന്നതിന് ദുഃഖമാണ്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്ന എത്രയോ ഭയങ്കരമായ കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമായ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. ഈ യെരുശലേമിൻ്റെ നാശത്തിന് ഒരു പ്രധാന കാരണം നേതൃത്വത്തിൻ്റെ പരാജയമാണ് എന്ന് ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ അനേക വട്ടം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗോൾഡൻ കാഫിനെ കുറിച്ച് ഞാൻ ഞായറാഴ്ച പ്രസംഗിച്ചപ്പോൾ ആ കാര്യം ഇടയ്ക്കൊന്ന് ഓർപ്പിക്കുകയുണ്ടായി. അഹരോന്റെ പരാജയമാണ് ഇസ്രായേൽ അത്ര വലിയൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടാൻ കാരണം.
അഹരോൻ ചെയ്ത ചില തെറ്റുകളെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും പാപമാണ് ഇത്ര വലിയ ദുരിതത്തിന് കാരണമാക്കിയത് എന്ന് അനേക വട്ടം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. പ്രവാചകന്മാർ, പുരോഹിതന്മാർ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. 4-ാം അധ്യായം വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. വായിച്ചു. നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞു. പുരോഹിതന്മാരും പ്രവാചകന്മാരും ദൈവത്തിന്റെ ശരിയായ പ്രവാചകന്മാരുടെ രക്തം ചൊരിയുന്നവരായി കാണപ്പെട്ടു. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവര് നിന്റെ അകൃത്യം വെളിപ്പെടുത്തിയില്ല. ഇംഗ്ലീഷിൽ അൺകവർ എന്നാണ്. They did not uncover your transgressions. അകൃത്യം വെളിപ്പെടുത്തിയില്ല, തെറ്റിനെ കുറിച്ച് പറഞ്ഞില്ല, അത് വെളിച്ചത്താക്കിയില്ല, അതിനൊക്കെ മൂടിയൊക്കെ പറഞ്ഞു. ഇത് അന്ന് മാത്രമല്ല ഇന്നുമുള്ളൊരു കാര്യമാണ്. അതാണ് ജനത്തിന് ഇഷ്ടം. വിശ്വാസികളുടെ, മനുഷ്യരുടെ ഇടയിൽ ഉള്ള പാപങ്ങളെക്കുറിച്ചും തെറ്റായ വഴികളെക്കുറിച്ചും ലോകമയത്വത്തെക്കുറിച്ചും പറയുന്നത്, കേൾക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ആളുകളെ പ്രസാദിപ്പിക്കാനായിട്ട് പ്രവാചകന്മാർ, ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് മൂടി വെച്ചെന്നാണ്. They did not uncover. അവരത് അകൃത്യം വെളിപ്പെടുത്തിയില്ല. പ്രസംഗിക്കുന്നവരുടെയും സഭയെ നടത്തുന്നവരുടെയും ദൈവവചനം ശുശ്രൂഷിക്കുന്നവരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ ഒരു വലിയ ദൗത്യമാണ് ജനത്തിന്റെ പാപം വെളിപ്പെടുത്തുക എന്ന് പറയുന്നത്. ചുമ്മാ കുറ്റം പറയുന്ന കാര്യമല്ല പറയുന്നത്. കുറ്റം പറയരുതാരെ. അവിടെ ഇന്ന് വന്നിരിക്കുന്നില്ല ഒരാൾക്ക് ഇന്ന കുഴപ്പമുണ്ട്, അതുകൊണ്ട് അതിന് പറ്റിയൊരു വചനം പറഞ്ഞു കളയാം. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പുൽപ്പിറ്റ് ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്താനോ മുറിവേൽപ്പിക്കാനോ നാം ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ വിരുദ്ധമായി ദൈവജനം പോകുമ്പോൾ പ്രാർത്ഥനയോടും ഭാരത്തോടും കൂടെ ദൈവം തരുന്ന കമ്മീഷനിങ്ങിൽ ആ തെറ്റ് വിളിച്ചു പറയുകയും തെറ്റിൽ നിന്ന് ജനത്തെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവദാസന്മാരുടെ കർത്തവ്യമാണ്. ഈ സമയത്ത് അവരത് ചെയ്തില്ല. പ്രവാചകന്മാരും പുരോഹിതന്മാരും അകൃത്യം വെളിപ്പെടുത്തിയില്ല. ഇനി നമ്മള് യെരമ്യാവിൻ്റെ പ്രവചനമൊക്കെ വായിച്ചു നോക്കുമ്പോൾ അവർ ചെയ്ത ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് യെരമ്യാവിൻ്റെ പ്രവചനം 28-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. യെരമ്യാവ് 28-ാം അധ്യായം മുഴുവൻ ഒന്ന് വായിച്ചാൽ നല്ലതാണ്. എന്നാൽ നമുക്കിപ്പോൾ അതിനുള്ള സാവകാശം ഇല്ല. പിന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. കള്ളപ്രവാചകന്മാർ എങ്ങനെയാണ് പ്രവചിച്ചത് എന്ന് യെരമ്യാ പ്രവചനം 28-ാമത്തെ അധ്യായത്തിലുണ്ട്. ഇപ്പൊ നമുക്ക് 29-ൽ നിന്ന് ചില വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം അതിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 8ഉം 9ഉം വാക്യങ്ങൾ. യഹോവ പറയാണ്, നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കരുത്. അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല. ഇല്ലാത്ത കാര്യം അവര് പ്രവചിക്കുക. ഇനി അതിന്റെ 21-ാമത്തെ വാക്യം. 21. മതി, അത്രയും മതി. അവിടെ നമ്മൾ വായിക്കുന്നത് എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്ന ചില ആളുകൾ.
അതിൻ്റെ 23-ാം വാക്യം. മതി. ഈ പ്രവാചകന്മാർ വ്യഭിചാരത്തിൽ ജീവിക്കുന്നവരാണ്, ഇമ്മൊറാലിറ്റിയിൽ ജീവിക്കുന്നവരാണ്. പിന്നെ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ലാത്ത വചനം വ്യാജമായി എൻ്റെ നാമത്തിൽ അവര് പ്രസ്താവിക്കും. ശരിയായി ജീവിക്കാത്ത, പാപത്തിൽ ജീവിക്കാത്ത, വിശുദ്ധ ജീവിതം നയിക്കാത്ത പ്രവചനം പറയുന്ന ആളുകൾ, അവര് ജനത്തെ തെറ്റിച്ചു കളയുന്നവരാണ്. 31-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാം. 31-ാമത്തെ വാക്യം. ഞാൻ അയക്കാതെ ഇരുന്നിട്ടും അവൻ നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കി. നമ്മൾ എന്തിനാ ഈ വാക്യങ്ങളൊക്കെ വായിച്ചത്? ദൈവ ജനത്തിൻ്റെ നടുവിൽ ശരിയല്ലാത്ത പ്രവചനങ്ങൾ പറഞ്ഞിരുന്ന ആളുകളുണ്ടായിരുന്നു. 28-ാം അധ്യായം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം 28-ാം അധ്യായത്തിൻ്റെ ആദ്യം തന്നെ ഒരു ഹനന്യ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ഹനന്യ പ്രവാചകൻ. അവനെന്താ പ്രവചിച്ചതെന്നറിയാമോ? അതിൻ്റെ 3-ാം വാക്യത്തിലുണ്ട്, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം ഉപകരണങ്ങളൊക്കെയും 2 വർഷത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. അതാ ഹനന്യാവിന്റെ പ്രവചനം. 70 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമെന്ന് യെരമ്യാവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾ പറയാണ്, യെരമ്യാവ് പറയുന്നത് വെറുതെയാണ്. 2 വർഷത്തിനുള്ളിൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം മടക്കി വരുത്താനായിട്ട് ഇടയാകും എന്ന് ഹനന്യാവ് പറഞ്ഞു. അതിന്റെ ഫലം അതിന്റെ 15-ാമത്തെ വാക്യത്തിലുണ്ട്. 28-15 യെരമ്യാവ് ഹനന്യാവോട് പറയാണ്, ഹനന്യാവേ കേൾക്ക, യഹോവ നിന്നെ അയച്ചിട്ടില്ല, നീ ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഭൂതലത്തിൽ നീക്കിക്കളയും, ഈ ആണ്ടിൽ നീ മരിക്കും. അതിന്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ ഹനന്യ പ്രവാചകൻ ആ ആണ്ടിൽ തന്നെ 7-ാം മാസത്തിൽ മരിച്ചു. അപ്പൊ നമ്മൾ എന്താ പറയാൻ ശ്രമിക്കുന്നത്? ഈ കാലത്ത് ജനം വഴിതെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം പ്രവാചകന്മാർക്കാണ്. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ച് ജനത്തോട് അറിയിക്കുന്നവർ. ഇന്ന് ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്ന അർത്ഥത്തിലുള്ള പ്രവാചകന്മാരില്ല എന്ന് വരികിലും ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ച് ദൈവവചനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം ലഭിച്ച് ജനത്തോട് അറിയിക്കുവാൻ അനേക ആളുകളെ ദൈവം നമ്മുടെ മധ്യത്തിലും ദൈവജനത്തിൻ്റെ മധ്യത്തിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവര് അകൃത്യം മറച്ചു വെക്കാൻ പാടില്ല. ജനത്തിൻ്റെ പാപത്തെ മറച്ചു വെക്കാനായിട്ട് പാടില്ല. അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനത്തിൻ്റെ പാപത്തെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തുകയും ആ തെറ്റുകളിൽ നിന്ന് അവരെ തിരിക്കാനായിട്ടുള്ള പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യണം. അതാണ് അവരുടെ ജോലി. 23-ന്റെ യെരമ്യാ പ്രവചനം 23-ന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 23-ന്റെ 11. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു. പിന്നെ ജനം എങ്ങനെ വഷളന്മാരാകാതിരിക്കുന്നത്? പ്രവാചകനും പുരോഹിതനും വഷളന്മാരാണ്, പിന്നെ ജനം എങ്ങനെ വഷളന്മാരാകാതിരിക്കുന്നത്? ഇനി അതിന്റെ 14-ാമത്തെ വാക്യം നോക്കിയേ. 23-ന്റെ തന്നെ 14-ാമത്തെ വാക്യം. ആരും തന്റെ ദുഷ്ടത വിട്ട് തിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. ദുഷ്പ്രവർത്തിക്കാർക്ക് മുന്നറിവ് കൊടുത്ത് അവർക്ക് ഭയനിർദ്ദേശം കൊടുക്കേണ്ട പ്രവാചകന്മാര് എന്ത് ചെയ്യാണ്? ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അതിന്റെ 22-ാം വാക്യം, 22-ാമത്തെ വാക്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ അവരിരുന്നിരുന്നെങ്കിൽ,
ദൈവത്തിന്റെ ഹൃദയമിടിപ്പ് എന്താണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ദൈവവചനം ധ്യാനിക്കുകയും എന്താണ് ദൈവവചനം പറയുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ, അവരോട് വചനം പറഞ്ഞ് ആകാത്ത വഴിയിൽ നിന്നും അവരുടെ ദുഷ്പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും അവരെ തിരിപ്പിക്കുവാൻ സാധിച്ചേനെ. എന്ത് ചെയ്തിരുന്നെങ്കിൽ? യഹോവയുടെ ആലോചന സഭയിൽ നിന്നിരുന്നെങ്കിൽ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ചില ആളുകൾക്കൊക്കെ പ്രസംഗിക്കാനായിട്ട് ഭയങ്കര കമ്പമാണ്. പരാതികളുമുണ്ട് ആളുകൾ. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ഒരു 10 മിനിറ്റ് പോലും തന്നില്ല. യോഗ്യന്മാരായവർക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ, അത് വേറെ കാര്യം. വചനം പറയാൻ കഴിവുള്ളവർക്ക് നമ്മൾ സമയം കൊടുക്കണം, അത് വേണ്ടെന്ന് പറയല്ല. ഞാൻ ആ ശവടക്കിന് എന്നിട്ട് എനിക്കൊരു 5 മിനിറ്റ് പോലും തന്നില്ല. കല്യാണത്തിന് എന്നിട്ട് എനിക്കൊരു പ്രാർത്ഥന പോലും തന്നിട്ടില്ല. കൺവെൻഷൻ എന്നെ ഈ പ്രാവശ്യം വിളിച്ചില്ല എന്നൊക്കെ പരാതി പറയുന്ന ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എത്ര ഭയത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത്. എത്ര സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് മനപ്രയാസപ്പെട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദുഃഖം ഒരളവിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ജനത്തിന് പ്രയോജനം ഉണ്ടാകണമെന്ന് എത്രയോ നേരം ദൈവസന്നിധിയിൽ ഇരുന്ന് ചിന്തിച്ചിട്ട് വേണം പ്രസംഗിക്കാൻ. അങ്ങനെ ചെയ്യേണ്ട ആളുകൾ പറയാണ്, എനിക്ക് ചാൻസ് തന്നില്ല, ഈ വർഷം എന്നെ വിളിച്ചില്ല. അപ്പോ ഇത് വെറും ഒരു പ്രഹസനം, എൻ്റെ കഴിവ്, എൻ്റെ അറിവ് കാണിക്കാനുള്ള ഒരവസരമായിട്ട് അനേക പ്രവാചകന്മാരും പുരോഹിതന്മാരും ആ കാലത്തും ഉപയോഗിച്ചിരുന്നു. നമുക്കാർക്കും അങ്ങനെ ഭവിക്കാതിരിക്കട്ടെ, ഞാൻ സന്ദർഭവശാലം ഓർപ്പിച്ചതാണ്. അപ്പോൾ നാം പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ പ്രവാചകന്മാരും പുരോഹിതന്മാരും എന്ന് പറഞ്ഞ് സ്വന്തം ആലോചന പ്രവചിച്ച ആളുകളാണ് ഈ ഇസ്രായേൽ ജനത്തെ ഇത്രയും വലിയ കുഴപ്പത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. നമുക്കറിയാമല്ലോ, യെരമ്യാവ് ഈ കൂട്ടത്തിൽ ഒരു സത്യപ്രവാചകനായിരുന്നു. അത് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. കള്ളപ്രവാചകന്മാർ വളരെ ഉണ്ടായിരുന്നു. എന്നാൽ യെരമ്യാവിന്റെ പ്രവചനത്തിന്റെ പ്രത്യേകത, ഭാരത്തോടും കണ്ണുനീരോടും കൂടെ പ്രവചിച്ചയാളാണ് യെരമ്യാവ്. യെരമ്യാവിനെ കുറിച്ച് പറയുന്നത് തന്നെ വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണല്ലോ, കരയുന്ന പ്രവാചകൻ എന്നാണ്. ലെമന്റേഷൻസ് ആ ബുക്കും കരച്ചിലാണല്ലോ. കണ്ണുനീരോടും ഭാരത്തോടും കൂടെ പ്രവചിച്ചു. മാത്രമല്ല, വളരെ കഷ്ടവും നിന്ദയും പ്രയാസവും അനുഭവിച്ചാണ് ഈ യെരമ്യാവ് തൻ്റെ പ്രവചനങ്ങൾ നിറവേറ്റിയത്. ഈ വിലാപങ്ങളുടെ പുസ്തകം തന്നെ 2:11 വായിച്ചേ. 2:11 യെരമ്യാവ് എന്താ എഴുതുന്നത്? വിലാപങ്ങൾ 2:11 വാക്യം. കരൾ എന്ന് പറയുന്നത് ആ അന്നത്തെ ഭാഷയിൽ, ഇന്നും അത് കുറച്ചുണ്ട്, നമ്മുടെ ഭാഷയിലും ഉണ്ട്, ഇമോഷന്റെ ആസ്ഥാനമാണ്, വികാരത്തിന്റെ ആസ്ഥാനമാണ് കരൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കരൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം എൻ്റെ കണ്ണുനീർ വാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു, ഞാൻ വികാര വിവശനായി നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. എന്താ, യെരമ്യാവിന്റെ വ്യക്തിപരമായ വല്ല കാര്യത്തിന് വേണ്ടിയാണോ? യെരമ്യാവിന്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയല്ല. എന്തിനു വേണ്ടിയാണ്? ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം. പ്രിയപ്പെട്ടവരെ, യെരമ്യാവ് എന്ന പ്രവാചകന്റെ ഒരു വലിയ പ്രത്യേകത, വളരെ ഭാരത്തോടും കരച്ചിലോടും കൂടെ പ്രവചിച്ച ഒരു പ്രവാചകനാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഹനന്യാവ് മുതലായ പ്രവാചകന്മാരും യെരമ്യാവുമായിട്ടുള്ള വ്യത്യാസം അതാണ്. പിന്നെ മറ്റൊരു കാര്യം, യെരമ്യാവ് മുൻകൂട്ടി ഇതെല്ലാം പറഞ്ഞു, ഈ അപകടം എല്ലാം വരുന്നു, നിങ്ങൾ അനുഭവിക്കണം എന്നെല്ലാം പറഞ്ഞു. അവർ കേട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഭവിച്ചത്. എന്നാൽ ഇത് ഭവിച്ചു കഴിഞ്ഞപ്പോ കണ്ടോ, ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇത് പറ്റുമെന്ന്, അങ്ങനെ തന്നെ വേണം എന്ന് യെരമ്യാവ് പറഞ്ഞില്ല. അത് നമ്മുടെ പ്രകൃതിയിലുള്ളൊരു കാര്യമാണ്. നമ്മളൊരാളോട് ദോഷം വരും, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കേൾക്കാതെ പോയി പിന്നെ അയാൾക്ക് ദോഷം വരുമ്പോൾ ഒരളവിൽ നമുക്ക് ചെറിയൊരു സന്തോഷമാണ്. എന്താ കണ്ടോ, ഞാനെന്ന് പറഞ്ഞ കേട്ടില്ലല്ലോ, അതാ ഇപ്പം വന്നിരിക്കുന്നത്. യെരമ്യാവ് അങ്ങനെ പറഞ്ഞില്ല. അത് യെരമ്യാവിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠതയാണ്. താൻ പറഞ്ഞത് കേൾക്കാഞ്ഞപ്പോൾ, താൻ പറഞ്ഞ ദുരിതം ജനത്തിന് വന്നപ്പോൾ അതിൽ സന്തോഷിക്കുകയോ, സീ ഐ ടോൾഡ് യു സോ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് യെരമ്യാവ് പറയുകയോ ചെയ്തില്ല.
അവൻ അതോർത്ത് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനായിരുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ അത് വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 21 അധ്യായത്തിലും ലൂക്കോസ് 19 അധ്യായത്തിലൊക്കെ യെരുശലേമിനെ കണ്ട് കരയുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു തന്ന പ്രവാചകന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ട് വളരെ ഭാരത്തോടും കണ്ണുനീരോടും കൂടെ പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു യെരമ്യാവ്. യെരമ്യാവിനെ പോലെയുള്ള പ്രവാചകന്മാരെയാണ് നമുക്കിന്ന് ആവശ്യം. ഭാരത്തോടെ പ്രസംഗിക്കുന്നവര്, പ്രാർത്ഥനയോടെ പ്രസംഗിക്കുന്നവര്, കണ്ണുനീരോടുകൂടെ പ്രസംഗിക്കുന്നവര്. ആ ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ ആ കാര്യങ്ങൾ, അവർക്ക് സംഭവിച്ച ദോഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അത് പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടുകയാണ്. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ അറിവിനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവര് 70 വർഷം പ്രവാസകാലത്ത് ആയിരുന്നു, പ്രവാസത്തിൽ പോയി എന്ന് പറഞ്ഞല്ലോ. ഈ പ്രവാസകാലത്ത് എന്താ സംഭവിച്ചത് എന്നുകൂടെ അറിയുന്ന ഒരു നല്ല കാര്യം. ഇവര് പ്രവാസത്തിലായിരുന്ന 70 വർഷക്കാലം ഇവർക്ക് എന്താ സംഭവിച്ചത്? അപ്പൊ നിങ്ങളത് ചിന്തിച്ചു നോക്കുക. യെരുശലേമിൽ ദേവാലയം ഉണ്ടായിരുന്നു, യാഗങ്ങൾ ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, ന്യായപ്രമാണം ഉണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, അവരുടെ കൾച്ചർ, അവരുടെ നല്ല ദൈവീകമായൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അതിൽ വളർന്നാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവരെല്ലാം പിടിച്ച് ബാബിലോണിലേക്ക് പോയപ്പോ തികച്ചും വ്യത്യസ്തമായ ഒരു ചുറ്റുപാടിലും സംസ്കാരത്തിലുമാണ് ഇവര് ചെന്ന് പറ്റിയത്. അപ്പൊ അവർക്ക് സാംസ്കാരികമായി ഭയങ്കര സമ്മർദ്ദം, കൾച്ചർ ഷോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കൾച്ചറൽ ആയിട്ടുള്ള വലിയ ആ സമ്മർദ്ദം അവർക്കുണ്ടായി. ദാനിയേലും കൂട്ടരും നെബൂഖദ്നേസറിന്റെ അരമനയിൽ ചെന്ന് ഉണ്ടായ ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ, ഭക്ഷണകാര്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ. അതുപോലെ ഈ ജനത്തിന് സാംസ്കാരികമായ വലിയ സമ്മർദ്ദമുണ്ടായി. പിന്നെ മതപരവും ദേശീയവുമായ അവരുടെ ഐഡന്റിറ്റി അവർ കഴിവതും സൂക്ഷിക്കാൻ ശ്രമിച്ചു. യഹൂദന്മാരാണ്, ദാനിയേലൊക്കെ അതാണ് ചെയ്തത്. അവർ മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിലും അവരുടെ റിലീജിയസ് ആൻഡ് നാഷണൽ ഐഡന്റിറ്റി, അവരുടെ തനിമ സൂക്ഷിക്കാനായിട്ട് അവർ ശ്രമിച്ചു. അത് എളുപ്പമായിരുന്നു കാണുകയില്ല. ദാനിയേലിനെയൊക്കെ പോലെ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും തങ്ങൾ യഹൂദന്മാരാണ് എന്നുള്ള ആ വിചാരത്തിൽ ജീവിക്കാനായിട്ട് അവർ ഈ പ്രവാസകാലത്ത് ശ്രമിച്ചു. യെഹെസ്കേൽ പ്രവാചകനാണ് മടങ്ങിപ്പോക്കിനെ കുറിച്ചുള്ള ആശ അവർക്ക് വളരെ നൽകിയത്. ഈ പ്രവാസകാലത്താണ് യെഹെസ്കേൽ, ദാനിയേൽ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത്. ഇവർ 70 വർഷം പ്രവാസത്തിലായിരുന്ന കാലത്താണ് യെഹെസ്കേലും ദാനിയേലും ഒക്കെ അവരുടെ പുസ്തകങ്ങൾ എഴുതിയത്. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയം, മടങ്ങിപ്പോകാൻ ദൈവം ഒരു വഴിയൊരുക്കും, ആരും നിരാശപ്പെടരുത് എന്നൊക്കെയുള്ള സന്ദേശം കൊടുത്ത് എസെക്കിയേലും മറ്റും ഈ ജനത്തെ ധൈര്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു? ദേവാലയം നഷ്ടപ്പെട്ടു, യാഗം നഷ്ടപ്പെട്ടു, പുരോഹിതന്മാർ നഷ്ടപ്പെട്ടു, അവരെ നടത്തുവാനുള്ള ആളുകൾ ഇല്ലായിരുന്നു. അപ്പൊ അവർക്ക് കൂടി വരാൻ ദേവാലയമില്ല, അവരെ നടത്താനായിട്ട് പുരോഹിതന്മാരില്ല, അവർക്ക് യാഗങ്ങളില്ല. അങ്ങനെ ഒരു സ്ഥിതിയിൽ അവര് ബാബേലിലായി തീർന്നു. എന്നാൽ യഹൂദന്മാര് അതിന് പകരം അവർ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരാനായിട്ട് തുടങ്ങി. ഇതെല്ലാം ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ്. ഈ പ്രവാസകാലത്ത് പള്ളിയും പട്ടക്കാരൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥനയ്ക്കായിട്ട് ഈ യഹൂദന്മാര് കൂടി വരാനായിട്ട് തുടങ്ങി. മാത്രമല്ല അവരുടെ ശബത്ത്, മതപരമായ മറ്റ് അവധി ദിവസങ്ങൾ, പരിച്ഛേദന, ഇതൊക്കെ അവർ തുടർന്നും ആചരിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയം ഇല്ലാതിരുന്ന കാലത്ത് ഹൗസ് ഓഫ് ഗാദറിംഗ്, പ്രാർത്ഥിക്കാൻ കൂടുന്ന വീട് എന്നുള്ള നിലയ്ക്കുള്ളതായ കൂട്ടങ്ങൾ രൂപപ്പെട്ടു. അതിനെയാണ് സിനഗോഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിനഗോഗ് ഉണ്ടായത് ഈ പ്രവാസകാലത്താണ്. അതിനു മുമ്പ് സിനഗോഗ് ഇല്ല. അതിനു മുമ്പ് ദേവാലയം ഉണ്ടല്ലോ, പിന്നെ സിനഗോഗിന്റെ ആവശ്യമില്ല. എന്നാൽ ദേവാലയമില്ലാതെ വന്നപ്പോൾ കൂടി വരാനായിട്ട് അവർ ചില വീടുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കൂട്ടങ്ങളായി കൂടി വരാൻ തുടങ്ങി. അങ്ങനെയാണ് സിനഗോഗ് ഉത്ഭവിച്ചത്. അങ്ങനെ ദേവാലയങ്ങളില്ലാതെ വീടുകളിൽ സിനഗോഗുകളിൽ കൂടി വന്നപ്പോൾ അവർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കാനും അവരെ നയിക്കാനും കഴിവുള്ള ആളുകളെയാണ് റബ്ബിമാരെന്ന് വിളിച്ചത്. അപ്പൊ റബ്ബിയുടെ ആരംഭവും ഈ പ്രവാസകാലത്താണ്. റബ്ബി എന്നുള്ള ആ പോസ്റ്റ് ആരംഭിച്ചത്
ഈ സിനഗോഗുകളിൽ കൂടി വന്നപ്പോൾ അവരെ വചനം പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ സഹായിച്ച ആളുകളാണ് റബ്ബിമാരായിട്ട് അറിയപ്പെട്ടത്. അപ്പോൾ ഈ കാലത്ത് അവർ ചെയ്തിരുന്നൊരു കാര്യം, ഈ സിനഗോഗുകളിൽ അവർ കൂടി വരുമ്പോൾ ഈ റബ്ബിമാരുടെ സഹായത്തോടുകൂടെ ഈ ശാസ്ത്രിമാരും റബ്ബിമാരും ഒക്കെ മോശയുടെ ന്യായപ്രമാണത്തിൽ മോശ പറഞ്ഞിരുന്ന കാര്യത്തിൻ്റെ ഒക്കെ അർത്ഥം എന്താണ്, മോശ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഇതൊക്കെ വിശദീകരിച്ചു കൊടുക്കാനായിട്ട് ഈ റബ്ബിമാരും ശാസ്ത്രിമാരും ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഈ പ്രവാസകാലത്തെ അവരുടെ ഒരു പ്രധാനപ്പെട്ട എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം എന്താ, മോശ എഴുതി വെച്ചതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, ഇതിനെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുക, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, തലനാരിഴ കീറി പഴയ നിയമത്തിലെ, അതായത് മോശയുടെ പ്രമാണങ്ങളിലെ ഓരോ കാര്യത്തിൻ്റെ അർത്ഥങ്ങൾ ഡിബേറ്റ് ചെയ്യുക, ചർച്ച ചെയ്യുക. ഇതാണ് പ്രവാസകാലത്ത് അവർ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സിനഗോഗുകളിൽ കൂടി. അപ്പൊ സിനഗോഗ് ഉണ്ടായി, പിന്നെ റബ്ബിമാരുണ്ടായി, മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായി രൂപപ്പെട്ടു. ഈ ചർച്ചകളാണ് പിന്നീട് വാമൊഴിയായി, ഓറൽ ലോ എന്ന് പറയും, വാമൊഴിയായ ന്യായപ്രമാണമായി തീർന്നത്. ഓറൽ ലോ ഉണ്ടായത് അങ്ങനെയാണ്, അത് എഴുതപ്പെട്ടതല്ല, എന്നാൽ വാമൊഴിയായി അവർ ചർച്ച ചെയ്തതായ കാര്യങ്ങൾ ഒരു നിയമമായി ക്രമേണ രൂപപ്പെട്ടു വന്നു. ഈ വാമൊഴിയായി രൂപപ്പെട്ടതായ പ്രമാണങ്ങൾ ഒരുമിച്ച് അവർ ചേർത്ത് എഴുതിയാണ് മിഷ്ന ഇറക്കിയത്. മിഷ്ന എന്നുള്ളത് ഒരു അവരുടെ പദമാണ്, നിങ്ങൾ കേട്ട് കാണും ആ വാക്ക്. എങ്ങനെയാണ് മിഷ്ന ഉണ്ടായത്? മിഷ്ന എന്ന് പറയുന്നത് വാമൊഴിയായി ഇവർ ഡിസ്കസ് ചെയ്ത പ്രമാണങ്ങളെ 3-ാം നൂറ്റാണ്ടിൽ ഒരുമിച്ച് ചേർത്ത് എഡിറ്റ് ചെയ്ത് ഇറക്കിയതാണ് മിഷ്ന എന്ന് പറയുന്നത്. യഹൂദന്മാർക്ക് മിഷ്ന വളരെ പ്രധാനമാണ്. ഈ മിഷ്നയോട് കൂടുതൽ വ്യാഖ്യാനങ്ങൾ പിന്നെയും ചേർത്തു. നിങ്ങൾ ഗൂഗിളിലോ വേറെ എവിടെയെങ്കിലും അവരുടെ തൽമൂദുകളൊക്കെ നോക്കിയാൽ നമ്മൾ അതിശയിച്ചു പോകും. എന്തിനാണ് ഇവർ ഇത്രയും ഇതിനെക്കുറിച്ച് മോശ എഴുതിയ കാര്യങ്ങളെ തലനാരിഴ കീറി അതിൻ്റെ അർത്ഥം ഇങ്ങനെ വിശദീകരിച്ച് പോവുക? എത്ര വോള്യൂംസ് ആണ് അവർ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? അതിനെയാണ് തൽമൂദുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഓറൽ ലോ ആയി, വാമൊഴിയായ പ്രമാണമായി, അത് എഡിറ്റ് ചെയ്ത് ഒന്ന് ഒരുമിച്ച് ചേർത്ത് മിഷ്നയായി. ഈ മിഷ്ന വീണ്ടും അതിനോട് കൂട്ടിച്ചേർത്തതാണ് തൽമൂദുകൾ എന്ന് പറയുന്നത്. യഹൂദന്മാർക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓറൽ ലോ, പിന്നെ മിഷ്നയുടെ കൂടുതൽ വ്യാഖ്യാനം കൂട്ടിച്ചേർത്താണ് തൽമൂദുകൾ എന്ന് പറയുന്നത്. ഈ തൽമൂദുകൾ, ജെറുസലേം തൽമൂദ് വളരെ പ്രസിദ്ധമാണ്. ജെറുസലേം തൽമൂദ് 12 വാല്യങ്ങളാണ് ജെറുസലേം തൽമൂദ്. ബാബിലോണിയൻ തൽമൂദുണ്ട്, 60 വാല്യങ്ങളാണ്. അപ്പൊ എന്തുമാത്രം ഇവർ ചർച്ച ചെയ്തു, എന്തുമാത്രം എഴുതി പിടിപ്പിച്ചു എന്നുള്ളത് നമ്മൾ അത് വായിക്കാൻ ശ്രമിച്ചാൽ അതിശയിച്ചു പോകും. 12 വോള്യം ജെറുസലേം തൽമൂദും 60 വോള്യം ബാബിലോൺ തൽമൂദും ഇവര് ഉണ്ടാക്കി. അപ്പോ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചാൽ, കാലക്രമേണ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തെക്കാൾ ഈ തൽമൂദുകൾ പ്രധാനമായി. അത് ദൈവവചനമായി. തൽമൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണത്തിലെ കുറിച്ച് അവർ ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്ത് ഇറക്കിയ പുസ്തകങ്ങളാണ് തൽമൂദുകൾ. ന്യായപ്രമാണം പ്ലസ് ഓൺ ഇന്റർപ്രിട്ടേഷൻ, സ്വയം വ്യാഖ്യാനം, അതാണ് തൽമൂദ്. അപ്പോൾ കാലം കഴിഞ്ഞപ്പോൾ ഇവര് 70 വർഷം അവിടെ ആയിരുന്നപ്പോൾ മിക്ക ആളുകൾക്കും ഭാഷ നഷ്ടപ്പെട്ടു. എബ്രായ ഭാഷയിൽ തിരുവെഴുത്ത് വായിക്കാൻ കഴിവില്ലാതായി തീർന്നു. നമുക്കറിയാവുന്ന നമ്മുടെ മക്കളൊക്കെ വെളിയിൽ പോയി കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് മലയാളം ഒന്നും പിന്നെ വലിയ പിടുത്തമില്ലാതെ വരും എന്ന് പറഞ്ഞ പോലെ ഈ യഹൂദന്മാരായ പലർക്കും അവരുടെ ഭാഷ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നേരിട്ട് ന്യായപ്രമാണം വായിക്കാൻ അവർക്ക് കഴിവില്ലാതായി. അങ്ങനെ കഴിവില്ലാതായപ്പോൾ ഈ റബ്ബിമാര് പറഞ്ഞുകൊടുത്ത പ്രമാണങ്ങളാണ് ദൈവവാക്യമെന്ന് അവർ വിചാരിച്ചു. റബ്ബിമാര് പറഞ്ഞു കൊടുത്തതെല്ലാം ശരിയല്ല. കാരണം മോശയുടെ ന്യായപ്രമാണത്തിന്റെ അർത്ഥം എന്താന്ന് റബ്ബിമാര് വ്യാഖ്യാനിച്ച് അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് വേദവാക്യത്തെക്കാൾ, അതായത് ന്യായപ്രമാണത്തെക്കാൾ
പ്രധാനമായി തീർന്നു ഈ തൽമൂദുകൾ. അതായത് റബ്ബിമാര് കൂട്ടിച്ചേർത്തതായ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ. അതാണ് വേദവാക്യമെന്നാണ് യഹൂദന്മാരിൽ വലിയൊരു കൂട്ടം ആളുകളും ധരിച്ചത്. വേദപുസ്തകത്തിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പുതിയ നിയമകാലത്ത് അവർ ബാബേലിൽ നിന്നൊക്കെ തിരിച്ചു വന്നു. യേശുക്രിസ്തുവിന്റെ കാലത്ത് നിങ്ങൾ പർവ്വത പ്രസംഗം വായിച്ചു നോക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പല പ്രയോഗവും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനോ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമുക്കൊരു ഭാഗം മാത്രം ഒന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം. പർവ്വത പ്രസംഗത്തിൽ കർത്താവ് അവരോട് സംസാരിക്കുക. അപ്പൊ പറഞ്ഞു ശ്രദ്ധിക്കണേ. 5-ന്റെ-43-ാമത്തെ വാക്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എവിടാ ഇത് കേട്ടത്? കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളിത് വായിച്ചു പോകുമ്പോൾ വിചാരിക്കും ന്യായപ്രമാണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കർത്താവ് പറയാണ്. അല്ല, അതല്ല കർത്താവ് പറഞ്ഞത്. കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഈ റബ്ബിമാർ പഠിപ്പിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് അതിന്റെ അർത്ഥം. കാരണം ഈ കാര്യം ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടില്ല. ഏത്? ശത്രുവിനെ സ്നേഹിക്കണമെന്ന്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ന്യായപ്രമാണത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച്? ലേവ്യ പുസ്തകം 19-18 നോക്കിക്കേ. ലേവ്യ പുസ്തകം 19-18 ന്യായപ്രമാണത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലേവ്യ 19-18 വാക്യം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അവിടെ ശത്രുവിനെ പായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം, ശത്രുവിനെ പായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറഞ്ഞിട്ടില്ല. കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ശത്രുവിനെ ദ്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ശത്രുവിനോടുള്ള ബന്ധത്തിൽ മനോഭാവം എന്തായിരിക്കണമെന്ന് പുറപ്പാട് 23 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. ശത്രുവിനോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ? ശത്രുവിന്റെ കാളയോ കഴുതിയോ വഴിതെറ്റി കണ്ടാൽ അതിനെ തിരികെ നീ കൊണ്ട് കൊടുക്കണം. നിന്നോട് പിണങ്ങിയിരിക്കുന്നവന്റെ കഴുത ചുമടും കീഴെ കിടക്കുന്ന കണ്ടാൽ അതിനെ എഴുന്നേപ്പിച്ച് ഉടയോനും കൊണ്ട് കൊടുക്കണം. ഇതാണ് ന്യായപ്രമാണം. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞു കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. മറ്റു ചില ഭാഗങ്ങളിൽ പറഞ്ഞു ശത്രുവിനെ നീ സഹായിക്കണം. ഇതാണ് ന്യായപ്രമാണം. പക്ഷെ ഈ റബ്ബിമാര് പറഞ്ഞ് അതെന്താക്കി? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്ത് കേട്ടിട്ടുണ്ട്? കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പയക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എവിടെ കേട്ടു? ന്യായപ്രമാണം പറഞ്ഞാണോ? അല്ല. പിന്നെ എവിടെ കേട്ടത്? ഈ ഗുരുക്കന്മാര് റബ്ബിമാര് പറഞ്ഞുണ്ടാക്കിയതാണ് അത്. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കുന്ന വ്യാഖ്യാനം പെശകാണ്. കർത്താവ് ന്യായപ്രമാണത്തെ തിരുത്തുകയല്ല. ന്യായപ്രമാണം തിരുത്താൻ ആവശ്യമുള്ളതല്ല. കർത്താവ് ന്യായപ്രമാണത്തെ കുറിച്ചുള്ള ഇവരുടെ തെറ്റായ വ്യാഖ്യാനത്തെ തിരുത്തുകയാണ്. അതാണ് പർവ്വത പ്രസംഗം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. എന്താ? ഇവര് നൽകിയ വ്യാഖ്യാനങ്ങൾ, ഇവര് തലനാരുടെ കീഴി നൽകിയ വ്യാഖ്യാനം. ആ വ്യാഖ്യാനത്തിലെ വേറെ ഒരു രസം എന്ന് പറയുന്നത്, ഒരു തമാശ എന്ന് പറയുന്നത്, യഹൂദനല്ലാത്ത എല്ലാവരും ശത്രുക്കളാണ് എന്നും അവർ പഠിപ്പിച്ചു. യഹൂദന്മാരല്ലാത്ത എല്ലാവരും ശത്രുക്കളാണ്. അപ്പോ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആരെ സ്നേഹിക്കുക എന്നാ? യഹൂദനെ സ്നേഹിക്കണം. യഹൂദനല്ലാത്ത എല്ലാം നമുക്ക് ശത്രുക്കളാണ്, അവരെ ദ്വേഷിക്കണം. ഇതാണ് റബ്ബിമാര് പറഞ്ഞ് പഠിപ്പിച്ചത്. ഇതാണ് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് നടപ്പിലായിരുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഇത് പറയാനുള്ള കാരണം പ്രവാസകാലത്തുണ്ടായ ഡെവലപ്മെന്റ്സ് ആണിത്. സിനഗോഗ് എന്നുണ്ടായി, പിന്നെ
അതുപോലെ റബ്ബിമാരെന്നുണ്ടായി, ഓറൽ ലോ എന്നുണ്ടായി. അത് പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ് മിഷ്നയും തൽമൂദും. പ്രവാസകാലത്ത് ഭാഷ നഷ്ടപ്പെട്ട, അറിയാതെ പോയ ആളുകൾക്ക് നേരിട്ട് ന്യായപ്രമാണം വായിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാതിരുന്നപ്പോൾ യഹൂദ റബ്ബിമാർ പറഞ്ഞു കൊടുത്ത കാര്യം അതാണ് ന്യായപ്രമാണം എന്ന് അവർ വിചാരിച്ചു. യഹൂദനല്ലാത്ത എല്ലാവരെയും വെറുക്കണമെന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അന്നത്തെ യഹൂദന്മാർ മനസ്സിലാക്കിയത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് കർത്താവിടെ തിരുത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പ്രവാസകാലത്ത് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ എന്തുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഒരു അറിവ് നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇസ്രയേലിൻ്റെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. അതിനെക്കുറിച്ചൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചും പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ആ പുസ്തകത്തിൽ ദൈവം നടത്തിയ ശിക്ഷയെക്കുറിച്ചും അതിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ചും നാം കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു. അടുത്ത ആഴ്ച മുതൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് അധ്യായങ്ങൾ കൂടെ ഓടിപ്പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.